വേദധർമ്മത്തിൻ്റെ ആശയം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഭാരതത്തിലുണ്ട്. വേദധർമ്മത്തിൻ്റെ ആചരണ സംസ്കാരത്തിലൂടെ വളർന്നു വന്ന അനേകം ഗുരുപരമ്പരകൾ ഈ ഭാരതത്തിലുണ്ട്. സഹസ്രാബ്ദങ്ങളിലൂടെ ഒഴുകി വന്ന ആ വേദഗംഗയെ മണ്ണിലേക്ക് ആനയിക്കാനായി അനേകം ഭഗീരഥന്മാർ ഈ ദേശത്ത് ജന്മം കൊണ്ടിട്ടുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ വേദധർമ്മത്തെ സമസ്ത പ്രകാരത്തിലും സമുദ്ധാരണം ചെയ്ത ഗുരുനാഥൻ്റെ ശിഷ്യ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച നോക്കിക്കണ്ട അല്പം കാര്യങ്ങൾ എല്ലാവരുടെ അടുത്ത് പറയാമെന്നൊക്കെ കരുതിയാണ് ഇവിടെ വന്നത്. കാരണം എന്നും നമ്മൾ ഗ്രന്ഥപ്രചാരണത്തിനാവട്ടെ, പ്രഭാഷണങ്ങൾക്കാവട്ടെ, വേദ പാഠശാലകളിലൂടെ വരുന്ന വ്യക്തികളോട്, പുതിയ ആളുകളോട് സംവദിക്കുമ്പോഴാവട്ടെ, എല്ലാവരും എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ സംശയമുണ്ട്. വേദധർമ്മം എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? വേദത്തെ, മന്ത്രങ്ങളെ ചൊല്ലാൻ സാധിക്കുമോ? അത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ നമ്മൾക്കതിനുള്ള അർഹതയുണ്ടോ എന്നെല്ലാം ധാരാളം ആളുകൾ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്കതിൽ പറയാനുള്ളത് എൻ്റെ അനുഭവമാണ്. അതിനു മുമ്പായി ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊള്ളാം. ഞങ്ങളുടെയൊക്കെ ഗുരുകുലത്തിൽ വേദധർമ്മമൊക്കെ പഠിച്ച് ആചരണ സംസ്കാരത്തിലോട് കൂടി ജീവിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ ഗുരുനാഥൻ ഞങ്ങളോട് സംവദിക്കാറുണ്ട്. അപ്പം പറയാറുള്ളൊരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറയും, ഞാൻ ശ്രീ വ്യാസഭഗവാനോട് സംസാരിക്കാറുണ്ട്. വാൽമീകി മഹർഷിയോട് സംസാരിക്കാറുണ്ട്. അതുപോലെ ഋഷി ഭരദ്വാജനോട് സംസാരിക്കാറുണ്ട്. യാജ്ഞവൽക്യനോട് സംസാരിക്കാറുണ്ട്. ശ്രീരാമദേവനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ശ്രീ ശങ്കരാചാര്യരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇവരോടെല്ലാം ഞാൻ സംസാരിക്കാറുണ്ട് എന്ന് പറയും. അതെങ്ങനെയായിരിക്കും ഇവരോടൊക്കെ ഇന്നത്തെ കാലത്ത് സംസാരിക്കാൻ സാധിക്കുക? ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും സംസാരിക്കാറുണ്ടോ ഇവരോടെല്ലാം? പക്ഷേ ആചാര്യൻ പറയും, ഞാൻ ഇവരോടൊക്കെ സംസാരിക്കാറുണ്ട്. ഈ വ്യക്തിത്വങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കാറുള്ളത് എങ്ങനെയാണ്? അവർ സാക്ഷാത്കരിച്ച വിദ്യയെ അവർ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സഹസ്രാബ്ദങ്ങളോളം ധർമ്മസംസ്ഥാപനാർത്ഥം അവർ മുന്നോട്ട് വെച്ച ആ ആശയപ്രചാരണത്തിൻ്റെ ഉപാധികളായ ഗ്രന്ഥസംഹിതകളിലൂടെ ഞാൻ അവരോട് സംവദിക്കാറുണ്ട്. ആ ആശയ സംവാദം എന്നിൽ അവരുടെ യുക്തിയും ശ്രദ്ധയും ബുദ്ധിയും പ്രതിഭയും ധർമ്മേച്ഛയും എല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രേരണയായി, പ്രചോദനമായി ഉള്ളിൽ വിളങ്ങാറുണ്ട്. അങ്ങനെ വിളങ്ങിയവരാണ് എല്ലാ കാലത്തും നമ്മളെ ധർമ്മത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളവർ. അപ്പം അത്തരം എല്ലാ ഋഷി പരമ്പരയുടെയും ആദിമ സ്രോതസ്സായ സദാശിവസമാരംഭാം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? ആ പരമേശ്വരനായ ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ഗുരു പരമ്പര മുന്നോട്ട് വെച്ച വൈദിക ധർമ്മം വായുവും വെളിച്ചവും വെള്ളവും എല്ലാം പോലെ സർവ മാനവർക്കുമായിട്ടുള്ളതാണ്. വിശ്വമാനവികതയുടെ ആദിമ സ്രോതസ്, മനുഷ്യനെ സംസ്കാരത്തിലേക്ക് നയിച്ച സകല ശാസ്ത്രങ്ങളും പറയുന്ന ആധികാരിക പ്രമാണമായ വൈദിക ധർമ്മം, വേദങ്ങൾ, ചതുർവേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ വേദങ്ങളെല്ലാം തന്നെ സർവമാനവരാശിക്കും വേണ്ടി ഭഗവാൻ പ്രകാശിപ്പിച്ചതാണ്. ആ വേദങ്ങൾ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ ഋഷി പരമ്പര മുഴുവനും വൈദിക ആചരണ പദ്ധതികൾ ആചരിച്ചുകൊണ്ട് നമ്മൾക്ക് കാണിച്ചു തന്നത്. അപ്പം നമുക്കറിയില്ലേ, നമുക്ക് ഉൾക്കൊള്ളാവുന്നതല്ലേ ഉള്ളൂ. നമ്മളും അതേ പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ഈ വൈദിക ധർമ്മ ആചരണങ്ങളെല്ലാം പഠിച്ച് ആചരിക്കുന്ന സംസ്കൃത ചിത്തരായിട്ട് മാറേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്
ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം. എന്നോട് പലരോടും ചോദിക്കപ്പെട്ട ആ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾക്കൊരു കാഴ്ചപ്പാടുള്ളതിനെ നമ്മളെല്ലാവരും സ്വീകരിച്ചു പോരുന്നുണ്ട്, സംശയമില്ല. എന്നാൽ അതിൽ ലോകത്തെ മുഴുവനും സംസ്കാരത്തിലേക്ക് നയിച്ച വൈദിക സംസ്കൃതിയുടെ കാഴ്ചപ്പാടുകളും കൂടെ ചേർത്ത് വെച്ചാലോ? അപ്പം നമ്മളുടെ ലോകം, ആചാര്യനൊക്കെ പറയും പോലെ, ശ്രീകൃഷ്ണനെയും ശ്രീരാമദേവനെയും എല്ലാം സൃഷ്ടിച്ചെടുത്ത ഈ വൈദിക ധർമ്മത്തിൻ്റെ പ്രഭാവത്തോടു കൂടി ആ വേദങ്ങളുടെ വിമലവും വിശാലവുമായ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ കാഴ്ച ഒരുപാട് വിശാലവും വിമലവുമായി തീരും എന്നത് തന്നെയാണ് അതിനുള്ള മറുപടി. നമുക്കറിയാം, ശ്രീകൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയും, ഗീത ഉപദേശം നൽകുന്ന വേളയിൽ പറയും, ഈ 3 ലോകങ്ങളിലും അർജുന, എനിക്ക് നേടിയെടുക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. ഈ ജീവിതത്തിൽ നേടിയെടുക്കാനായി എനിക്ക് യാതൊന്നുമില്ല അർജുന. എന്നിരിക്കലും ഞാൻ എൻ്റെ വൈദിക ധർമ്മക്രിയകൾ, ബ്രഹ്മയജ്ഞം, അഗ്നിഹോത്രം എന്ന ദേവയജ്ഞം ഇത്യാദി പഞ്ചമഹായജ്ഞങ്ങൾ യാതൊരു കാരണവശാലും ഒഴിവാക്കാതെ നിത്യം ചെയ്ത വ്യക്തിയാണ് ഞാൻ. ആ ഞാനാണ് നിന്നോട് പറയുന്നത്, നീ നിൻ്റെ സ്വധർമ്മത്തെ മറന്ന് പ്രവർത്തിക്കരുത്. വളരെ ആഴത്തിൽ ചിന്തിച്ച് പഠിക്കേണ്ട വിഷയമാണ്. നമ്മളിൽ രൂഢമൂലമായ പ്രീസെറ്റ് ആയിട്ടുള്ളൊരു മൈൻഡിലൂടെയാണ് അതിനോട് നമ്മളെ അപ്രോച്ച് ചെയ്യുക, അതിനെ നമ്മൾ സമീപിക്കുക. അപ്പോൾ ആ പറഞ്ഞ വാക്കിനർത്ഥം ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ഇങ്ങനെയൊക്കെ പറഞ്ഞ യമനിയമങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആദ്യം തന്നെ 2 എണ്ണമുണ്ട്: സത്യം, അഹിംസ. ഈ യോഗ ദർശനം മുന്നോട്ട് വെച്ച യമനിയമങ്ങളെല്ലാം പാലിക്കുന്ന ആചരണ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാര പദ്ധതി, അതിൻ്റെ മൂലം അതാണ് ബ്രഹ്മയജ്ഞം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 കാര്യങ്ങളായിരുന്നു. അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം ഒന്നാദ്യം പറഞ്ഞത് ഋഷി പരമ്പരയുമായി ഞാൻ സംവദിക്കാറുണ്ട് എന്ന് പറഞ്ഞ ഗുരുനാഥൻ്റെ ആ സംവാദം. 2 ശ്രീകൃഷ്ണൻ പറഞ്ഞ പഞ്ചമഹായജ്ഞങ്ങളിലുള്ള ബ്രഹ്മയജ്ഞം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സത്സംഗം, സത് ചിത്തുകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കൃത്യമായ പാഠ്യപദ്ധതികളിലൂടെ ആർജിച്ചെടുത്ത ജ്ഞാനത്തെ സ്വധർമ്മമായി വരിച്ച് ആചരണ പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവർക്ക് തുല്യരായിത്തീരുന്നു. അപ്പോഴാണ് നമ്മളിൽ രാമത്വം പ്രകാശിക്കുക, കൃഷ്ണത്വം പ്രകാശിക്കുന്നത്, അല്ലേ? ഒരാൾ പഠിച്ച് ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പേര് പറഞ്ഞാലോ, ഒരു ഡോക്ടറെ ചെന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിച്ചിട്ട് അത് 10 പ്രാവശ്യം നോക്കി വായിച്ചാലോ ഒന്നും ഡോക്ടർ ആവില്ല. ഇൻസ്പയർഡ് ആവാം, പക്ഷേ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു ഡിഗ്രി അതിലെടുക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തെ സ്വീകരിക്കാനുള്ള ശ്രദ്ധ, യോഗ്യത നമ്മൾക്കുണ്ടായി വരണം. അത് പരമ്പരയിലൂടെ പകർന്നു തന്ന ആചാര്യവര്യന്മാരാണ് കേട്ടോ ഈ പറഞ്ഞതെല്ലാം. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത ആളാണ് കൗസല്യാദേവി. ആ ദേവിയുടെ പുത്രനാണ് നമ്മളുടെ അയോധ്യയിൽ ഇപ്പോൾ രാംലല്ല പ്രതിഷ്ഠയ്ക്കൊക്കെ നമ്മളെ പ്രേരിപ്പിച്ച, ഇന്നും ധർമ്മത്തെ മുന്നോട്ട് വെക്കുന്ന ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രനെ പറ്റി ഋഷി വാൽമീകിയോട് നാരദ മഹർഷി പറഞ്ഞത്, അല്ലെങ്കിൽ വാൽമീകി മഹർഷി രാമായണത്തിലൂടെ ആ പ്രതിഭയെ അവതരിപ്പിച്ചത് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ച മര്യാദ പുരുഷോത്തമൻ എന്നാണ്. അപ്പോൾ ഇത്തരം ആളുകളെല്ലാം പഠിച്ച വിദ്യയെ നമ്മൾക്കും പഠിക്കാൻ ബാധ്യതയുണ്ട്. ഞാനൊരു ചെറിയൊരു മന്ത്രം ചൊല്ലാം. വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ യദ് ഭദ്രം തന്ന ആസുവ. സമസ്ത വിശ്വത്തിനും സവിതാവായ ഈശ്വര, ഈ സമസ്ത വിശ്വത്തിൻ്റെയും അധികാരിയായ പരമേശ്വര, യാതൊന്ന് ഭദ്രമായതുണ്ടോ അത് ഞങ്ങൾക്ക് ഏകി സകല ദുരിതങ്ങളെയും അകറ്റിയാലും. ഇത് ആണ് ആ ഞാനിപ്പോൾ ചൊല്ലിയ
വേദമന്ത്രത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥം മനസ്സിലാകാത്ത ഏതെങ്കിലും സനാതനധർമ്മികൾ അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു മതവിശ്വാസി, ഒരു ധർമ്മി അല്ലെങ്കിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുണ്ടോ? ഉണ്ടോ? വിശ്വാനി ദേവ സവിതർദുരിതാനി പരാസുവ യദ് ഭദ്രം തന്ന ആസുവ. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സവിതാവായ ഈശ്വര, ഈ വിശ്വത്തിലെ സകല ദുരിതങ്ങളെയും അകറ്റി യാതൊന്നു ഭദ്രമായതുണ്ടോ അതെനിക്ക് ഏകിയാലും. എത്ര ശുദ്ധമായ ശ്രേഷ്ഠമായ സങ്കല്പമാണ്. ഈ സങ്കല്പത്തെ നമ്മൾ കൈവിടുകയാണ്. എന്നിട്ട് നമ്മൾ കരയാണ്, ഭദ്രതയൊന്നും കിട്ടുന്നില്ല, നമ്മളെ കുട്ടികളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ പോകണമെന്നറിയില്ല. പരമ്പര പറഞ്ഞത് കേൾക്കാനുള്ള ശ്രദ്ധ നമ്മളിലില്ല, അല്ലെങ്കിൽ ആ ശ്രദ്ധയെ ഉദ്ബോധിപ്പിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി നമ്മൾക്കിന്നില്ല. ശ്രീരാമന്റെ കാലത്തെ പ്രശ്നമല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം, അല്ലേ? അയോധ്യയിലേക്ക് ക്ഷമിക്കണം, ശ്രീലങ്കയിലേക്ക് എങ്ങനെ പാലം കെട്ടണമെന്നതല്ല നമ്മളുടെ സമസ്യ. നമുക്കിപ്പോൾ 7 കടലിൻ്റെ അപ്പുറത്ത് പറക്കാം. പക്ഷെ രാവിലെ വീട്ടിൽ മൊബൈലിലിരിക്കുന്ന കുട്ടിയെ കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ശരിയല്ലേ? അതല്ലേ നമ്മളുടെ പ്രശ്നം? ഈ പ്രശ്നത്തിന് നമ്മൾ എങ്ങനെയാ പരിഹരിക്കുക? വിദ്യാർത്ഥികളിൽ ഇന്ന് ഒരു പ്രശ്നം വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഇത് 10,000 വർഷം മുമ്പുണ്ടായ പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ 5000 വർഷം മുമ്പുണ്ടായിരുന്ന പ്രശ്നം തന്നെയാണ്. അപ്പോഴാണ് ഋഷി വിശ്വാമിത്രൻ പറഞ്ഞത്, കൗസല്യയുടെ സുപ്രജയായ ഹേ രാമ, എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് സന്ധ്യാവന്ദനം ചെയ്യൂ എന്ന് പറഞ്ഞത്. ഇന്ന് രാവിലെയും നമ്മളെ വീടുകളിലൊക്കെ ഇത് തന്നെയാണ് നടക്കുക. ഹലോ മനുഷ്യ, കുട്ടി ഒക്കെ എഴുന്നേക്കൂ എന്നൊക്കെ പറഞ്ഞ് അടി പിടി ബഹളാണ്. എന്താ കാരണം? രാത്രി വരെ അനേക മണിക്കൂറുകൾ പല വീടുകളിലും രാവിലെ അമ്മമാർ ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ, അമ്മ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി മൂടി വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കാൻ കുട്ടികൾ മറന്നു പോവുകയാണ് ഫോണിൽ കളിച്ചിട്ട്. ഞാൻ പറഞ്ഞൊരു പ്രശ്നത്തിനെ കുറിച്ച് കൂടി ഞാൻ അഡ്രസ്സ് ചെയ്യാം. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഡൗൺ സിൻഡ്രോം ഒക്കെ ബാധിച്ച കുട്ടികളെ, പലതരം വൈകല്യങ്ങൾ ജന്മസിദ്ധമായി കിട്ടിയത്. എന്നാൽ ഇന്ന് വെർച്വൽ സിൻഡ്രോം എന്താണ്? ഈ ഒരു ഉപകരണം, കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം, മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, വിവിധ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇന്ന് വളരെയധികം ഹാൻഡിയാണ്, എല്ലാവരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതിനുള്ളിലുള്ള ലോകം അത്ര ചെറിയ ലോകമൊന്നുമല്ല. ഈ ലോകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടികൾ രാവിലെ രാത്രി 12 മണി വരെയൊക്കെ ആ ലോകത്തിൽ വിഹരിച്ചു കഴിഞ്ഞ്, അല്ലേ, ജാഗ്രതോ ദൂരമുദൈതി ദേവം തത് സുപ്തസ്യ തദൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃശിവസങ്കല്പമസ്തു എന്ന് പഠിപ്പിച്ച വൈദിക പരമ്പരയുടെ ഇന്നത്തെ കണ്ണികൾ രാത്രി സങ്കല്പം ചെയ്ത് ഉറങ്ങുന്നത് ഈ മൊബൈലിലുള്ള വിശാലമായ ലോകമാണ്. അത് വിമലമാണോ ശ്രേഷ്ഠമാണോ വേദം പോലെ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഡൗൺ സിൻഡ്രോം പോലെ ഇപ്പോൾ വെർച്വൽ സിൻഡ്രോം. പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല മുമ്പിലൂടെ കടന്നു പോകുന്നത് ഒരു ലിവറും ഒരു ഹാർട്ടും ഒരു ബ്രെയിനൊക്കെ ഉള്ള ഒരു സാധനം പോകുന്നുണ്ട്. അപ്പം അതിനെ കാണുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോടൊന്ന് വർത്തമാനം പറയാം, അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പലർക്കും ചിരിക്കണം എന്നറിയില്ല കുട്ടികൾക്ക്, ഒരാളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നറിയില്ല. പിന്നെ നമ്മൾ ആരെയും കണ്ട് വിനയത്തോടു കൂടി ചിരിച്ചാൽ നമുക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത്തരം പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നയിക്കാൻ സാധിക്കുന്നില്ല. അപരിമേയമായ മമതയാണ് കുട്ടികളോട്. കുട്ടികളോട് നോ പറയാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ആ വിഷയത്തെ നിങ്ങൾ എവിടെ ചെന്ന് അഡ്രസ് ചെയ്യും? ആരാണ് ആ രക്ഷിതാക്കൾക്ക് ഈ അവബോധം കൊടുക്കുക ഈ വിഷയത്തിൽ? അപ്പോൾ അന്നൊക്കെ ഋഷിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിശ്ചയമുള്ളത് കൊണ്ടാണ് ഈശ്വരീയമായ വാണിയെ സാക്ഷാത്കരിച്ച് ഇതിനെയെല്ലാം പചിച്ച് പക്വമായ രീതിയിൽ സാമ്പ്രദായിക പദ്ധതികളായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. ഈ ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് നമ്മൾ അപ്പുറത്ത് നിലവിളിച്ചുകൊണ്ടിരിക്കുക, അയ്യോ സമൂഹത്തിന് എന്തു പറ്റി. ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിലുള്ള പ്രതിസന്ധി അല്ല ഇപ്പം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലത്തെ പ്രതിസന്ധികൾക്ക് വേദത്തിൽ പരിഹാരമില്ല എന്നുണ്ടെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം വേദമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എല്ലാ കാലത്തേക്കുമുള്ള അനാദിയായ അനശ്വരമായ ശാശ്വതമായ
എല്ലാ കാലത്തും നിലനിൽക്കുന്ന, എല്ലാവരാലും പാലിക്കപ്പെടേണ്ടതായ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം ചതുർവേദ സംഹിതയാണെന്ന് ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ആനുകാലിക പ്രശ്നങ്ങൾക്കും പരിഹാരം വേദത്തിനുണ്ടായിരിക്കുമെന്ന് സംശയമുണ്ടോ? ഇല്ല. കാരണം അത് ഋഷിയുടെ വചനമാണ്, ഇത് അനാദിയാണെന്നുള്ള കാര്യം. നമ്മളുടെ ഒന്നും അറിവിൻ്റെ പരിധിപ്പെട്ടതല്ല. അറിവിനെ സാക്ഷാത്കരിച്ച് വിതരണം ചെയ്ത് തലമുറകളെ സൃഷ്ടിച്ചെടുത്തവരുടെ വാക്കുകളാണത്. ആ വാക്കുകളാണ് നമ്മളിലൂടെ പ്രതിബിംബിച്ച് വരേണ്ടത്, അല്ലാതെ നമ്മളുടേതായ വാക്കുകളല്ല. നമ്മൾ ഇന്ന് കൺവീനിയൻ്റായ സ്പേസിൽ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് പറ്റുന്ന ലോകത്തിലേക്ക് നമ്മൾ നമ്മളെ മക്കളെ തെളിക്കുന്നു. കുറച്ച് കഴിയുമ്പം അവർ പോകുന്ന വഴിയെ നമ്മൾ തെളിക്കുന്നു. ഇതൊന്നും ഋഷിക്ക് അറിയില്ല. ഋഷിക്ക് ആകെ അറിയാവുന്നത് സാംസ്കാരികമായിട്ട് പരമ്പരയുടെ ഭാഗമായിട്ട് അതിനെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ദിലീപ മഹാരാജാവിൻ്റെയും സുലക്ഷണയുടെയും ഒക്കെ കഥ, വസിഷ്ഠൻ്റെ കഥ, വിശ്വാമിത്രൻ്റെ കഥ. വിശ്വം മുഴുവൻ മിത്രമായിരിക്കുന്നവനാണ് വിശ്വാമിത്രൻ. അല്ലാതെ അപ്പുറത്ത് പുരാണ കഥകളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു രൂപം മാത്രമല്ല, അതിൻ്റെ പദാർത്ഥം, ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ. ഞാൻ പറഞ്ഞത് പുരാണ കഥകളിലൂടെ നമ്മൾ അതിൻ്റെ പദാർത്ഥത്തിലേക്ക് കൂടെ എത്തിച്ചേരുന്ന സാങ്കത്യം നമ്മളുടെ പഠനം കൊണ്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ പകുതി വഴിയിലെത്തും. അതിൻ്റെ അപ്പുറത്തുള്ളൊരു ജ്ഞാനത്തിനെ നമ്മൾ മറന്നു പോവും, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയില്ല അത് സ്വീകരിക്കണം എന്നുള്ളത്. വ്യക്തമാവുന്നുണ്ടെന്ന് തോന്നുന്നു. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ മിത്രൻ. അപ്പം നമ്മൾ പണ്ടൊക്കെ മലയാളമൊക്കെ സ്കൂളിൽ പഠിച്ച മഹാന്മാരാണ് നമ്മളൊക്കെ. ഇപ്പം അതൊന്നും പഠിക്കുന്നില്ല. കാരണം ബഹുവ്രീഹി സമാസം എന്നൊക്കെ ഇപ്പോൾ പറയുമോ ആരെങ്കിലും? ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പലതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സിലബസ് ഒന്നും എനിക്കറിയില്ല. അപ്പം ആരാണോ നീലയായ കണ്ഠത്തോട് കൂടിയവൻ അവൻ നീലകണ്ഠൻ. അത് ശിവൻ എന്നതും നമുക്കറിയാം. പക്ഷേ ആരാണോ MBBS പാസ്സായവൻ അദ്ദേഹം ഡോക്ടർ അല്ലേ? അപ്പം നീലയായ കണ്ഠത്തോട് കൂടിയവനാരോ അവൻ ശിവൻ. അപ്പൊ വിശ്വത്തിന്റെ മുഴുവൻ മിത്രമായിരിക്കുന്നവനാരോ അവൻ വിശ്വാമിത്രൻ. നിങ്ങൾക്ക് വിശ്വത്തിന്റെ മിത്രമാവണമോ വേണ്ടയോ? അതിന് വിശ്വാമിത്രൻ എന്താണ് ചെയ്തത്? അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? ഞാൻ പല വീടുകളിലും കുട്ടികളുടെ അടുത്തും രക്ഷിതാക്കളുടെ അടുത്തും ഒക്കെ സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, അയ്യോ അവൾക്ക് താല്പര്യമില്ല. കുട്ടികൾക്കൊരു താല്പര്യം വേണ്ടേ? നമ്മൾ എന്ത് ചെയ്യും? എത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മകളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യാം എന്നൊക്കെ പറയും. എന്ത് ചെയ്യുന്നത്? എന്തിനാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിച്ച് വലിയ ഗ്രാജുവേറ്റ്സ് ആക്കാൻ രക്ഷിതാക്കൾ എന്താ ഫിസിക്സ് ഇരുന്ന് പഠിക്കണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? യോഗ്യത LKG കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർക്കും. അങ്ങോട്ട് ചേർക്കുമ്പോൾ ക്ലാസ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നതും അതേ ഫോഴ്സിൽ തിരിച്ചിങ്ങോട്ട് ഓടി വരും. ശരിയല്ലേ കുട്ടികൾ? അപ്പം എന്ത് ചെയ്യും? എന്നാ വാ പോര്, അവൾക്ക് ഇഷ്ടമില്ല, സാരമില്ല പറഞ്ഞ് കൂട്ടി കൊണ്ടുവരുമോ? ലോകത്തെ ഏതെങ്കിലും അച്ഛനമ്മ അങ്ങനെ ചെയ്യോ? ഇല്ല. പക്ഷേ വേദാധ്യയനമാവട്ടെ, ഗീതാ പഠനമാവട്ടെ, ഷഡ്ദർശനാദി ശാസ്ത്ര പഠനമാവട്ടെ, ഭാഗവത സപ്താഹം നടക്കുന്നിടത്തേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലിരുന്ന് കിടന്നുറങ്ങുകയോ TV കാണുകയോ ചെയ്യുന്നാവട്ടെ, അയ്യോ അവർക്ക് താല്പര്യമില്ല. അപ്പം ഇവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ താല്പര്യമില്ലാത്തത്? അവനവന് പഠനമില്ലാത്ത വിഷയം, അവനവന് അനുഭവമില്ലാത്ത വിഷയം, അവനവന് പ്രയോജനമില്ലാത്ത വിഷയം സ്വയമേവ അങ്ങനെയാണ്. പിന്നെയാണോ കുട്ടികൾക്ക് അത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പം ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെയൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാൻ, കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വേദത്തെ സാക്ഷാത്കരിച്ച 2 വിഗ്രഹങ്ങളാണ് ശ്രീരാമദേവനും ശ്രീകൃഷ്ണ ഭഗവാനും. അവരൊന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും വേദത്തെ കൈവിടാത്തവരാണ്. ആ ഒരു ദൃഢനിശ്ചയമാണ് നമ്മളെ കൊണ്ട് ഇന്ന് വേദധർമ്മ പ്രചാരണം തൊട്ടു മുമ്പിൽ കാണിച്ചു തന്ന ഗുരുനാഥൻ്റെ അനുവ്രതയായി അച്ഛൻ്റെ വ്രതത്തെ പാലിക്കുന്നവളാണ് മകൾ. ഗുരു മാതാവും പിതാവുമാണ്. അപ്പോൾ ആ അച്ഛൻ കാണിച്ചെന്ന മാർഗത്തിലൂടെ നമ്മളെ നയിക്കുന്നത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഋഷി പരമ്പര തന്ന വൈദിക ധർമ്മത്തിൻ്റെ അലകളാണ്, അല്ലെങ്കിൽ ആ ആശയ പദ്ധതികളുടെ ഒരു ദൃഢതയാണ്. ആ ദൃഢതയിൽ നമ്മൾക്ക് ആലോചിക്കുമ്പോൾ, ശ്രീകൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കത് കാണാം, ശ്രീരാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാം. ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മസംസ്ഥാപനാർത്ഥം രാധ എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടാക്കിയ രായണൻ്റെ മണ്ഡലത്തിൽ
ശ്രീകൃഷ്ണനെ ആ മണ്ഡലം, രാധ എന്ന് പറയുന്ന മണ്ഡലം സംഘടന ശ്രീകൃഷ്ണനെ രായണനെ ഏൽപ്പിക്കാനുള്ള കാരണം അതിനു മുമ്പ് ആള് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പേ തന്നെ സ്വയമേവ ജനറ്റിക് ജീനിലുള്ളതായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പരമ്പര പാലിച്ച ധർമ്മത്തിൻ്റെ ഗുണമായിരിക്കാം, പലതിലും സാമൂഹികമായ ഇടപെടലുകളിൽ ബാലകനായിട്ടുള്ള ആള് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധനോദ്ധാരണം അല്ലേ, ഗാന്ധിജി ഹരിജനോദ്ധാരണം നടത്തി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ചെറുവിരലിൽ ഹരിജനങ്ങളെയൊക്കെ എടുത്തിട്ട് ഡാൻസ് കളിച്ചു എന്നാണോ അർത്ഥം? അല്ല, ഗാന്ധിജി ഹരിജനോദ്ധാരണം എപ്രകാരം നടത്തിയോ അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനോദ്ധാരണം നടത്തി. എത്രാമത്തെ വയസ്സിലാ? ആ പ്രദേശത്തെ മുഴുവൻ ആവാസ്യ മേഖലയുടെ പ്രകൃതിയുടെ എല്ലാം കാര്യങ്ങളിൽ വളരെ പരത്തി പറഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ആശയങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. വളരെ പരിമിതമായ സമയമായതുകൊണ്ടാണത് പറയാൻ കാരണം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ആ വിഷയങ്ങളെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ആൾ പ്രൂവ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴാണ് രായണൻ ആ മണ്ഡലം ഏൽപ്പിക്കുന്നത്. അതും കൊണ്ടാണ് മധുരയിലെ സ്വേച്ഛാധിപതിയായിട്ടുള്ള കംസന്റെ നേരെ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദ്വാരകയൊക്കെ നിർമ്മിച്ചു സ്വയമേവ, സർവാലങ്കാര വിഭൂഷിതനായി, സ്വധർമ്മത്തെ വരിച്ച അഭിമാനത്തോടു കൂടി, ആർക്കും കീഴടങ്ങാതെ. അല്ലെങ്കിൽ എന്താ വിശേഷിച്ചുള്ളത്? എവിടെ ജനിച്ചു? ആരാണ് പൊക്കിക്കൊണ്ടുവന്നത്? കർണൻ്റെ വിലാപം കേൾക്കാം. ഞാൻ അങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയായിപ്പോയി, എന്നെ അത് പറ്റിപ്പോയി, ഇത് പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കർണനും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരാൾ ഗുരു പരമ്പരയുടെ ഓരം ചേർന്ന് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വൈദിക വിദ്യയെ സ്വീകരിച്ചു, വരിച്ചു, ആ ധർമ്മത്തെ പാലിച്ചു, മുന്നോട്ട് വെച്ചു, എന്നിട്ടാണ് പോയത്. അപ്പോൾ ദ്വാരകയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ അർജുനോട് പറയുന്നത്, നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ സ്വത്ത് നിനക്ക് വാങ്ങിത്തരലൊന്നുമല്ല എൻ്റെ പണി, നീ അതൊന്നും വിചാരിക്കണ്ട. എൻ്റെ പരിപാടി വേറെയാണ്. ഇതെനിക്ക് കർണനോട് പറയാം, നാട്ടുകാരോട് ആരോട് വേണമെങ്കിലും പറയാം. പക്ഷേ നിന്നോട് ഞാനിത് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ആ ശിഷ്യൻ ഗുരു പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്, അതിനുള്ള വിനയം അവനുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ്. അല്ലാതെ കർണനേക്കാൾ ശക്തി കുറഞ്ഞ ആളാണ് നമ്മളെന്ന് അർജുനനെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുക. കാരണം എന്താ? ഇന്നൊക്കെ അങ്ങനെയാണ് വാഴ്ത്തിപ്പാടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ 7 ദിവസം പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ രഥം പോകുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കഥകളൊക്കെ ഉണ്ട്. സംഭവങ്ങളൊക്കെ നല്ല രസകരമാണ്. അതിൽ ശരിയോ തെറ്റോ ഒന്നുമല്ല, മൂല്യങ്ങളെ സ്വീകരിക്കാം. എന്നിരിക്കലും അദ്ദേഹത്തിൻ്റെ പത്നി ദ്രൗപദിയുടെ സ്വയംവര വേളയിൽ തന്നെ കർണൻ അർജുനോട് പരാജിതനാണ്. ശരിയല്ലേ? കർണൻ ഒന്നും വേണ്ട, ആകെ വേണ്ടത് അർജുനൻ്റെ മേലെ കയറിയാൽ മതി. അയാൾക്ക് വേറെ ഒരു വിഷയവുമില്ല. അയാൾ അതിനു വേണ്ടിയാണ് ദുര്യോധനോട് സഖ്യം ചെയ്തത്. അല്ലെങ്കിൽ രാജ്യം ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പോൾ എന്താ വിചാരിക്കുക എല്ലാവരും? വളരെ ത്യാഗിയാണ് കർണൻ, ദാനധർമ്മത്തിൽ വളരെ ശ്രേഷ്ഠനാണ്, സർവവും ദാനം ചെയ്യും. അപ്പോൾ ആ കർണൻ കവചകുണ്ടലങ്ങളൊക്കെ ദാനം ചെയ്തു. കവചകുണ്ടലങ്ങളൊക്കെ ദാനം ചെയ്തതോടുകൂടി ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു മെറ്റീരിയൽസാണ് കവചവും കുണ്ടലവും. ഇതൊക്കെയാണ് അങ്ങോട്ട് ദാനം ചെയ്തിരിക്കുന്നത്. ഈ ദാനമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായി? ഇദ്ദേഹം ശ്രേഷ്ഠനായി. എന്നാൽ ആ ദാനത്തെക്കുറിച്ചുള്ള വിവരം പാണ്ഡവ പക്ഷത്ത് അറിഞ്ഞപ്പം എല്ലാവരും ഇവിടെ തുള്ളിച്ചാടി. കർണൻ്റെ കഥ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, അർജുനന് ഈസി ആയിട്ട് ജയിക്കാം, കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. കാരണം കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാവരും തുള്ളിച്ചാട്ടാണ്, യുധിഷ്ഠിരനടക്കം സന്തോഷിച്ചു. പക്ഷേ ഒരാൾ മാത്രം അതിൽ അത്രയൊന്നും സന്തോഷിച്ചില്ല. ഈ ചങ്ങാതി ഇപ്പം ഈ ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇവൻ അതിനേക്കാളും വലിയ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച ഏക വ്യക്തി ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതാണ് ഭഗവാന്റെ നയചാതുര്യം. കാര്യങ്ങൾ അറിയാത്ത കൊണ്ടല്ല ദൂതിന് പോയത്, കാര്യങ്ങൾ അറിയാത്ത കൊണ്ടല്ല പാർത്ഥസാരഥിയായത്, പണികൾ വേറെ ഇല്ലാഞ്ഞിട്ടല്ല, സാമ്രാജ്യം നേടിയെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, ധർമ്മപ്രചാരണം ജീവിതവ്രതമാണ്. അത് ചെയ്യാനുള്ള പരമ്പരയെ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ കാലത്തും എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. സാംസ്കാരികമായ വിദ്യാഭ്യാസത്തിലൂടെ പരിഷ്കരണം വരുത്തിച്ച് അങ്ങോട്ട് ഇറക്കി വിടുമ്പോഴും പോകാൻ തയ്യാറാവുന്ന അർജുനെയാണ് കൂട്ടിയത്. അർജുനോട് അതാ പറയുന്നത്, എനിക്കെൻ്റെ പൂർവ്വജന്മം ഓർമ്മയുണ്ട് അർജുന, ഞാൻ ആരായിരുന്നു എന്നും എനിക്കറിയാം. ഇപ്പം നമ്മൾ വിചാരിക്കും രാമായണത്തിൽ ഞാൻ ശ്രീരാമനായിരുന്നു എന്ന് പറഞ്ഞ് ശ്രീബുദ്ധ ഭഗവാന്റെ
സ്റ്റേറ്റ്മെന്റ് പോലെയാണ് ആര് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞെന്ന വിചാരം. മനസ്സിലായോ? പറഞ്ഞത് പിടികിട്ടിയോ? കിട്ടിയാൽ കൊള്ളാം. കാരണം എന്താന്ന് വെച്ചാല് ബുദ്ധൻ പറഞ്ഞു, ഹിമാലയത്തിൽ ഞാൻ നരിയായിരുന്നപ്പോൾ അപ്പുറത്തെ കാട്ടിൽ അത് നടന്നു, ഇപ്പുറത്തെ കാട്ടിൽ അങ്ങനെ നടന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ജാതക കഥകളാണ്. ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാമായണം ബൗദ്ധന് മുമ്പുണ്ടെന്നുള്ളത് ബുദ്ധ ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ അല്ലേ? വിഷയം വേറെയാണ്. പക്ഷെ സാന്ദർഭികമായ ഒന്ന് തോണ്ടി വെച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി അന്വേഷിച്ച് പഠിക്കാം. അത് ഇവിടെ കിടക്കട്ടെ, സമയം വളരെ പരിമിതമാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്കെൻ്റെ പൂർവ്വജന്മം ഓർമ്മയുണ്ട് അർജുന, പക്ഷെ നിനക്ക് ഓർമ്മയില്ല. ഞാൻ ഗുരുകുലത്തിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ സ്ഥാപിതമായപ്പോൾ അമ്മ പജിച്ചു തരുന്ന അന്നം അല്ലേ, പൊക്കിൽ കൊടിയിലൂടെ സ്വീകരിച്ച് ഞാൻ വളർന്നു. പ്രപഞ്ചത്തിലേക്ക് എൻ്റെ 1-ാം ജന്മം എടുത്തു. 2-ാം ജന്മം ആചാര്യനാകുന്ന മാതാവിൻ്റെ ഗർഭത്തിൽ എന്നെ പ്രതിഷ്ഠിച്ചു. ആ വിദ്യാശരീരത്തിൽ അദ്ദേഹം പജിച്ചു തരുന്ന അല്ലേ വേദം വളരെ വലുതാണ്, ആരും തുടരുത്. അടിസ്ഥാന ശാസ്ത്രമാണത്. ഏറ്റവും അടിയിൽ കൊണ്ടുവെക്കണം. അതിൻ്റെ മുകളിൽ ബാക്കി പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കണം അല്ലേ? ഏറ്റവും തടിച്ച 4 പുസ്തകങ്ങളാണ് വേദങ്ങൾ എന്നറിയാം. ഈ 4 പുസ്തകങ്ങളെ മുകളിലും വേറെ ഓരോന്ന് അടുക്കി വെച്ചാൽ അടിസ്ഥാന ശാസ്ത്രമായി വേദം. അപ്പോൾ ഈ ആചാര്യ ഗർഭത്തിൽ നിന്നും വിദ്യാശരീരത്തിൽ അല്ലേ അച്ഛനും അമ്മയും തരുന്ന ശരീരം ഈ ജന്മത്തോടു കൂടി അവസാനിക്കും. എന്നാൽ ആചാര്യൻ നൽകുന്ന വിദ്യാശരീരം ജന്മജന്മാന്തരങ്ങളുടെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ബദ്ധമാവാനുള്ള യോഗ്യത അർജുനന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ കേട്ടത്. അപ്പോൾ പറയും, നിനക്ക് നീ വരിച്ച വർണ്ണം ഓർമ്മയുണ്ടോ ഹേ അർജുന? ആ വരിച്ച ധർമ്മത്തെ നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിന്റെ 2-ാം ജന്മം ദ്വിജത്വം, 2-ാം ജന്മം വേദ ശാസ്ത്രങ്ങൾ അഭ്യസിച്ച് ആചാര്യ ഗർഭത്തിൽ നിന്ന് ജ്ഞാനപ്രപഞ്ചത്തിലേക്കുള്ള 2-ാം ജന്മത്തിൽ എനിക്ക് കിട്ടിയ വർണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പൂർവ്വജന്മവും എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ ഹേ അർജുന? നിനക്ക് അതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ അല്ലേ? ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പോയിട്ട് ചെയ്യൂ. അതിന് ഞാൻ നിനക്ക് നിന്റെ മാംസചക്ഷുസിന് പകരം ദിവ്യചക്ഷുസ് നൽകാം. ഗീത കേട്ടവർക്കൊക്കെ അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ ആ ദിവ്യചക്ഷുസ് എന്താണ്? ശ്രീകൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ദിവ്യചക്ഷുസ്? ശ്രീകൃഷ്ണന്റെ കണ്ണട എടുത്ത് അർജുനന് കൊടുത്തതാണോ? ചക്ഷുസ് പറഞ്ഞാൽ കണ്ണാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ കൈ ഇങ്ങനെ പൊന്തിച്ചപ്പം ഒരു ലൈറ്റ് പോയിട്ട് നേരെ അർജുനന്റെ കണ്ണിൽ ഫ്ലാഷ് അടിച്ചു. അപ്പം അർജുനന് എല്ലാ വിദ്യകളും പ്രകടമായി അല്ലേ? ശരിയല്ലേ? ആണോ? ഈ വിദ്യ എങ്ങനെ നമുക്ക് പ്രകടമാക്കും? ആരിത് പ്രകടമാക്കി തരും? അതെങ്കിലും പറയൂ ഇന്ന് ഗീത പഠിക്കുമ്പോൾ. അപ്പൊ വിഷയം ഇവിടെ ഒന്നും അല്ല കിടക്കുന്നത്, വേറെ എവിടെയോ ആണ്. മാംസളമായ ചക്ഷുസ്, നിന്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത കാഴ്ചയെ അർജുന നിന്റെ നയനത്തോടൊപ്പം എന്റെ നയനം ചേർത്ത് വെച്ച് നീ നോക്കൂ. നയനം, ചക്ഷുസ് രണ്ടും എന്തിന്റെ പേരാണ്? കണ്ണിന്റെ പര്യായ പദങ്ങളാണ്. നയിക്കുന്നത് ഉപനയനം എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? ആ ഉപനയിക്കാൻ നമ്മൾക്ക് ഗുരുക്കന്മാരുണ്ടോ ഇന്ന്? ശിഷ്യന്റെ ആചരണത്തെ രാവിലെ തൊട്ട് രാത്രി വരെ കിടക്കുന്നത് വരെയുള്ളതും നിത്യം അവന്റെ വിചാര വിഹാരങ്ങളെ പരിഷ്കരിക്കാനും ഇന്ന് രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. മാതാപിതാ ഗുരു ദൈവം, അതിൽ ദൈവത്തിനെ കാണണമെങ്കിൽ ഗുരു വേണം. ഗുരുവിനെ വിട്ടപ്പോഴത്തേക്കും മാതാവും ഇങ്ങോട്ട് താഴോട്ട് എല്ലാം വെട്ടി ഇപ്പൊ എല്ലാം വൃദ്ധസദനത്തിലാണ് മാതാപിതാക്കന്മാരെല്ലാം. ഗുരു ഇല്ലാത്തപ്പോ എന്ത് പറ്റിപ്പോയി? മാതാവും ഇല്ല, പിതാവും ഇല്ല. പ്രയോജനകരമായ വിധത്തിൽ വിദ്യയെ പചിച്ചു തരുന്ന ആചാര്യന്മാരുടെ അടുത്തേക്ക് പോവാൻ തയ്യാറാവാത്തടത്തോളം കാലം ഒരു രോദനത്തിനും പ്രസക്തിയില്ല. ബുദ്ധന്റെ അഹിംസ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ദശാവതാരത്തിൽ ബുദ്ധനെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. സംഭവം ശരിയാ, ക്രെഡിറ്റൊക്കെ ആർക്ക് വേണമെങ്കിൽ കൊടുത്തോ, ആര് വേണേ എടുത്തോണ്ട് പോയിക്കോട്ടെ. പക്ഷേ സ്വധർമ്മത്തെ വരിച്ച നിങ്ങൾക്കോ എനിക്കോ അറിയില്ല. ഈ അഹിംസ എന്ന പദം സംസ്കൃത പദമാണ്. ഇത് അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ വ്യാസഭഗവാന് മുമ്പേ യോഗദർശനത്തിൽ പതഞ്ജലി ഉപയോഗിച്ച പദമാണ്. അതിനും മുൻപ് വേദങ്ങളിലുള്ള പദമാണ് മാഹിംസി, അഹിംസ. ഈ വേദത്തിന്റെ യജ്ഞ സംസ്കാരത്തിലൊക്കെ സ്വസംസ്കാരം അനുസരിച്ചിട്ട് മത്സ്യവും മാംസവും ഒക്കെ കൊണ്ട് തള്ളി
അല്ലേ? ആ വേദത്തിന്റെ ശ്രേഷ്ഠനിഷ്ഠയൊക്കെ അധപ്പതിപ്പിച്ച് അസംസ്കൃതത്വത്തിലേക്ക് നമ്മൾ പതിക്കുന്നതിനോടൊപ്പം ശാസ്ത്രവും അങ്ങനെയായിരിക്കുന്നു ധരിച്ച് ശരിയായ വിധത്തിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ നിന്ന് ധർമ്മത്തെ പഴിചാരി രക്ഷപ്പെട്ടു പോകുന്ന ആളുകളല്ലേ നമ്മൾ, അല്ലേ? ഇതൊക്കെ പറയാനുള്ള അർഹത എനിക്കില്ല കേട്ടോ. ഇന്ന് എൻ്റെ വാക്കുകളായിട്ട് ആരും ധരിക്കരുത്. ഇത്രയൊക്കെ വലിയ വാക്കുകളൊക്കെ സമൂഹത്തിനോട് മുന്നിലിരിക്കുന്ന അമ്മമാരോടും വലിയ ആളുകളോടൊക്കെ പറയുമ്പോൾ ഒരു ഉൾക്കിടലുമുണ്ട്. ഇത് നമ്മൾ ആവർത്തിക്കുന്നത് അല്ലേ, 1 1 2 ഒരു കുട്ടി ഒച്ചത്തെ വിളിച്ച് പറയില്ലേ, അവനത് അറിയാം. 1 1 2 അത് 1.5 ആക്കാനുള്ള ലോജിക്ക് നമ്മളെടുത്തില്ല. മിഠായി ആണെങ്കിൽ 2 കഷ്ണവും 4 കഷ്ണമൊക്കെ ആക്കാം, അല്ലേ? ശാസ്ത്രത്തെ നമുക്ക് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ഉത്പത്തി ശാസ്ത്രമാണ് വേദങ്ങൾ. ആ വൈദിക ധർമ്മത്തെ വരിക്കുന്ന ആളുകളിൽ അത് പ്രകാശിതമാകും. അതാണ് ദാർശനികത്വം. ആ ദർശനത്തെയാണ് അർജുന ഞാൻ നിനക്ക് തരുന്നത്. ആ ദിവ്യമായ ജ്ഞാനത്തിൻ്റെ ചക്ഷുഷ കൊണ്ട് നീ ലോകത്തെ നോക്കിക്കാണൂ. അപ്പം നിനക്ക് മനസ്സിലാവും നിന്റെ വർണ്ണം എന്താണ്, നിന്റെ ധർമ്മം എന്താണ്, നീ എന്ത് ചെയ്യണം. ഇത് വേണമെങ്കിൽ നീ ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് കർണനെ പിടിച്ചാൽ മതി. ഞാൻ പോയി കുറേ പറഞ്ഞു നോക്കി, നടന്നില്ല. ശ്രീകൃഷ്ണനല്ലേ, ഒറ്റ നോട്ടം കൊണ്ടങ്ങ് മാറ്റിയാൽ പോരെ. അങ്ങനത്തെ ഒന്നും മറിമായം ഒന്നും അവിടെ ഇല്ല. അവിടെ വളരെ സ്പഷ്ടമാണ്, ഞാൻ ഇതൊക്കെ ചെയ്തതാണ്. അപ്പം എന്നേക്കാൾ വലിയ ആളൊന്നുമല്ലല്ലോ നീ. അപ്പം ഈ പറഞ്ഞൊക്കെ ചെയ്ത് നീ വേണമെങ്കിൽ, നമ്മൾ വിചാരിക്കും ഗീതയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ടങ്ങ് പറഞ്ഞതാണ്. ഗീത പറയുന്നത് അതിന് യോഗ്യനായ ഒരാളോടാണ്. അതുകൊണ്ട് അയാൾക്ക് അല്ലേ, പഠിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ തോറ്റുപോകുമെന്ന് പറയണമെങ്കിൽ കുട്ടിക്ക് പഠിക്കണമെന്ന് അറിയാം. പക്ഷെ ടി വി കാണുമ്പോൾ ഒന്നങ്ങോട്ട് നോക്കി പോകുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ നാളെ പരീക്ഷയുള്ള കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട് 1-ാം ക്ലാസ് മുതലുള്ള ചരിത്രം പറയില്ലല്ലോ, പഠിച്ചില്ലെങ്കിൽ എന്നല്ലേ പറയുള്ളൂ. അതുപോലെയാണ് അർജുനോടൊന്ന് സൂചിപ്പിക്കുന്നത്. ആൾ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അതൊന്ന് പോളിഷ്ഡ് ആക്കി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഭഗവാൻ വളരെ വൃത്തിയായി ചെയ്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ പരിമിതമായ സമയമാണ്. അവനവൻ്റെ ജ്ഞാന ആർജന തൃഷ്ണയെ, സത്സംഗത്തെ, സത്സംഗം ബ്രഹ്മയജ്ഞമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കേവലം ആളുകളുമായിട്ടുള്ള സംവാദനം അല്ലെങ്കിൽ സത്സംഗം എന്ന് മാത്രമൊന്നുമല്ല. അതിന് കൃത്യമായ പദ്ധതികളുണ്ട്. ഇന്ന് നമുക്ക് നാമം ഒന്ന് ജപിച്ചാൽ മതി, അമ്പലത്തിലേക്കൊന്ന് നോക്കിയാൽ മതി, ആരെങ്കിലും പോയി ഒന്ന് വഴിപാട് പൈസ അവിടെ ഇട്ടാൽ മതി എന്നൊക്കെ പറയും. അമ്പലത്തിലൂടെ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ പുനരുദ്ധാരണം ചെയ്തു കൊണ്ടുവരുന്ന ധർമ്മത്തെ അവിടെയൊക്കെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊക്കെ പോയി ദർശിക്കുമ്പോഴും വീടുകളിൽ ആചരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അമ്പലത്തിൽ പ്രഭാഷണം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിച്ച കുട്ടി വീട്ടിൽ ചെല്ലും, അച്ഛൻ പറയാ എൻ്റെ കാലിൽ തൊടരുത് എന്ന് പറഞ്ഞാലോ, ഇങ്ങോട്ട് വരരുത് പോടുന്നു എന്ന് പറഞ്ഞാലോ, കുട്ടി എന്താവും സ്ഥിതി? അപ്പം ഇത്തരം കുറേ വിഷയങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ. ഇത് വേദഗംഗയെ മണ്ണിലേക്ക് ആനയിച്ചു ഭഗീരഥൻ. അംശുമാനും ദിലീപനും അജനും അവരെ എന്താ പറയുക, അംശുമാനും ദിലീപനും അങ്ങനെയുള്ള വലിയ പരമ്പരയൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യത്തെ ധർമ്മം ക്ഷയിക്കുമ്പം പുനരുദ്ധാരണം ചെയ്തു. അയോധ്യ നഗരം സൃഷ്ടിച്ചത് രാജർഷി മനുവാണ്. ആ മനുവിനെയാണ് ബാലീവധം ന്യായീകരിക്കാൻ ശ്രീരാമൻ കോട്ട് ചെയ്യുന്നത്. ആ മനുസ്മൃതിയാണ് നമ്മളെ മക്കൾ റോഡുമേൽ ഇട്ട് കത്തിക്കുന്നത്. വലിയ കഥയാണ്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന നിർമ്മിക്കാൻ ആശ്രയിച്ച ഗ്രന്ഥമാണ് മനുസ്മൃതി. അപ്പോഴാണ് ആൾക്ക് അതിൻ്റെ ഒരു വികല ഭാഷയും കൂടെ കൈ കിട്ടിയപ്പം ആള് അതൊക്കെ സ്വീകരിച്ച് ഹിന്ദു ആക്ടും അങ്ങനെ പല ആക്ടും ഒക്കെ രാജർഷി നിർമ്മിച്ച അയോധ്യ നഗരം ഇന്നും അവൈലബിൾ ആണ്. ഇന്നും അവൈലബിൾ എന്നല്ല പറയും, ഇന്നും അവിടെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. ആ മനുവിൻ്റെ ശാസ്ത്രം, വേദശാസ്ത്രമൊക്കെ, വേദചക്ഷു സനാതനം, വേദത്തിൻ്റെ നേത്രം, നേരത്തെ പറഞ്ഞ ദിവ്യ സനാതനധർമ്മിയായ അർജുനനോട് സനാതനധർമ്മം ഓർമ്മപ്പെടുത്താൻ സനാതനധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ആൾ രൂപമായ വേദസ്വരൂപോ ഭഗവാൻ എന്നൊക്കെ പറയും ഗുരുവിനെ കുറിച്ച്. ആ ഗുരുനാഥനായ കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? നിനക്ക് ദിവ്യ ചക്ഷുസ് തരാംന്ന. ഇത് തന്നെയാണ് രാജർഷി മനുവും പറഞ്ഞത്. വേദചക്ഷു സനാതനം, വേദത്തിൻ്റെ ചക്ഷുസ് വേദമാണ് സനാതനധർമ്മത്തിൻ്റെ ചക്ഷുസ്. വേദചക്ഷു സനാതനം. ബാലീവധത്തിൽ ശ്രീരാമചന്ദ്രൻ കോട്ട എന്ന രാജർഷി മനുവാണ് പറയുന്നത് വേദത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ കണ്ണ് വേദമാണ്. വേദോ നാരായണ സാക്ഷാത് എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അല്ലേ? വേദസാരമാണ് ഭാഗവതം എന്നൊക്കെ പറയുമ്പോൾ ഈ വേദത്തിൻ്റെ സംസ്കൃതത്തിലാണ് ഭാഗവതം പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുന്നു, പക്ഷെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? അപ്പം ഈ പാലിച്ച് അതിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ബാധ്യതയെ കൈവിടാതെ
ആ ധർമ്മത്തെ മുറുകെ പിടിച്ച പരമ്പരയുടെ ഭാഗമായി നിൽക്കാനുള്ള ശ്രദ്ധയാണ് നമ്മൾക്ക് വേണ്ടത്. ഇപ്പം BR അംബേദ്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹം അതിനെ ആശ്രയിച്ചു, അതൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഈ മനുസ്മൃതിയിലെ പ്രക്ഷിപ്തങ്ങളെ കണ്ടിട്ട് അത് മുന്നോട്ട് വെച്ചു. 44ഓളം സ്ത്രീ ശാക്തീകരണ ശ്ലോകങ്ങളുള്ള മനുസ്മൃതി. എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയെല്ലാം സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദേവതകൾ കളിയാടുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ 2 പേജ് അല്ലെങ്കിൽ 45 പേജ് കഴിഞ്ഞപ്പോൾ പറയാ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. എന്താ ആൾക്ക് എന്ത് പറ്റി? ശ്രേഷ്ഠരായ ആൾക്കാരെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പലതും ഉണ്ട് അല്ലേ. നമ്മൾ പറയില്ലേ കുറച്ചെന്തോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ അവരൊക്കെ നിത്യം വൈദിക ധർമ്മത്തിലൂടെ പരിഷ്കൃതരാണ്. അപ്പോൾ അവർക്കൊന്നും അങ്ങനത്തെ പിശകുകളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഉള്ളൂറിൻ്റെ കവിതയാണിത്, പിന്നെ വള്ളത്തോളിൻ്റെ കവിതയാണിതെന്നൊക്കെ ഭാഷാ സാഹിത്യകാരന്മാർക്ക് തിരിച്ചറിയാം. അതുപോലെ 44 സ്ത്രീ ശാക്തീകരണ ശ്ലോകങ്ങൾ എഴുതിയ വൈദികനായ രാജർഷി മനു കുറച്ച് നിലവാരമില്ലാത്ത കാര്യം പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കത് മനസ്സിലാവും ഏതിനെ സ്വീകരിക്കണമെന്ന്. വിഷയം അവനവൻ്റെ ധർമ്മചിന്തയാ. മനസ്സിലായോ? ഇവിടെ ഒരു പാത്രത്തിൽ പാലും അപ്പുറത്തെ പാത്രത്തിൽ വിഷവും കൊണ്ടുവച്ചാൽ രണ്ടും കൊണ്ടുവച്ചത് കൊണ്ട് ഞാനൊന്നെടുത്ത് കുടിച്ചു എന്നാണോ പറയുക? അവനവൻ ഏതാ വേണ്ടത് അതല്ലേ കഴിക്കുള്ളൂ. അപ്പൊ ഏതൊരു ആചാരഹീനത്വത്തെ ആരൊക്കെ കൈവശം വെക്കുന്നുവോ അവൻ്റെ പരിഷ്കരിക്കപ്പെടാത്ത ആ സംസ്കാരം കൊണ്ട് അവൻ സ്വീകരിക്കുന്നത് കൊണ്ടാണത്. അതിങ്ങനെ കേട്ട് മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിൻപേ എന്ന് പറഞ്ഞവരെ ഇങ്ങനെ പോവുകയാണ് എല്ലാവരും. അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ ഉണർന്നു വരേണ്ട സമയമായി. എൻ്റെ പ്രഭാഷണം നിർത്തേണ്ട സമയവുമായി. അപ്പോൾ അതുകൂടെ എനിക്ക് പറയാനുള്ളത്, ധൈര്യസമേതം സ്വധർമ്മത്തെ ധരിക്കാൻ ശ്രദ്ധയുള്ള പരമ്പരയെ സൃഷ്ടിക്കുമ്പോഴാണ് മാതാ നിർമാതാ ഭവതി. സഹസ്രവീര്യ എന്ന് വേദം വിളിച്ചു. അനന്തമായ ശക്തിയുടെ ഉറവിടമാണ് സ്ത്രീ എന്ന് പറഞ്ഞു. ഈ വിഷയങ്ങളൊക്കെ എപ്പോഴാണ് നമ്മളെ ബാധിക്കുക? ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ടോ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ 1000 കിലോ എടുത്ത് പൊന്തിച്ചതുകൊണ്ടൊന്നും സഹസ്രവീര്യമൊന്നും ആവില്ല അല്ലേ. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 എന്നല്ല, അനന്തമായ ശക്തികളുടെ ഉറവിടമാണ് സ്ത്രീ. ആ സ്ത്രീകൾ ആണ് ഭാരതത്തിൽ നമ്മുടെ ശിവാജി അല്ലേ, അതുപോലുള്ള പരമ്പരയെ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ വളർത്തിയ ഗുരുകുലങ്ങളിൽ ഗുരുനാഥനും ഗുരുപത്നിയുമുണ്ട്. വീട്ടിൽ നിന്ന് അമ്മയോട് എങ്ങനെ പെരുമാറണം നമുക്ക് ഇന്ന് അറിയില്ല. പക്ഷെ അന്നൊക്കെ കുട്ടികൾ ഗുരുകുലത്തിൽ പോയിട്ട് അവിടെ ഗുരുനാഥൻ്റെ പത്നിയെയും മകളെയും ഒക്കെ കാണുന്നുണ്ട്. അവിടെയൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം മമതയില്ല. ഗുരുനാഥൻ്റെ ശിഷ്യയെ ഗുരുനാഥൻ്റെ പത്നിയെ എങ്ങനെ കാണണം, അവരമ്മയാണ്. പക്ഷേ നമ്മൾ ഇന്ന് മക്കളോട് കാണിക്കുന്ന മമതയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് വിടുന്നത്. അവിടെ പോയി അതൊക്കെ പഠിക്കേണ്ടത് യഥാവിധി പഠിപ്പിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെന്ന് സമൂഹത്തെ നയിച്ചത്. സ്വയം പഠിക്കാത്ത കാര്യം എങ്ങനെയാണ് വേറൊരാളെ പഠിപ്പിക്കാൻ പറ്റുക? ഇതാണ് ഇന്നത്തെ അമ്മമാരുടെയൊക്കെ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാനൊരു അമ്മയാണ്. എൻ്റെ മോള് ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആയി. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ വേദം പഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ സകലവിധ ഇപ്പോൾ ഞാൻ ഓരോ കുട്ടികളെയൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എൻ്റെ മോൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. അവളെടുത്ത് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അവളതൊക്കെ തമാശയെ കളിച്ച് അവൾ ഓടി അങ്ങോട്ട് പോകും. ആ ശ്രദ്ധയെ പിടിച്ചുകൊണ്ടിരേണ്ട ബാധ്യതയുണ്ട്. ആഹാര സംസ്കാരം പരിഷ്കരിക്കേണ്ട ബാധ്യതയുണ്ട് അല്ലേ. അഗ്നിയാണ് എല്ലാം എന്നൊക്കെ പറയും. നമ്മൾ അഗ്നിയെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടാണ് അഗ്നേ നയ സുബധാരായേ അസ്മാൻ അല്ലേ. അഗ്നിയാണ് നമ്മൾ നയിക്കുന്നത്. അഗ്നേ നയ സുബധാരായേ, അഗ്നി നയിക്കുന്നു. അഗ്നിമീലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. രത്നം പോലെ നമ്മൾ കേട്ടിട്ടില്ലേ, മാണിക്യം ഉണ്ടാകുന്നത് കരിക്കട്ട ഊതി 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 പാമ്പ് മാണിക്യമാക്കുന്നൊക്കെ കഥ കേട്ടിട്ടില്ലേ. ആ പാമ്പ് ഇവിടെയാണ് വേണ്ടത്. ആ മാണിക്യമായി മാറേണ്ടത് അവനവൻ്റെ ഹൃദയകമലങ്ങളാണ്. അത് ഊതി ഊതി കൊണ്ടുപോകുന്ന അഗ്നി തത്വത്തെ സ്വധർമ്മത്തിൻ്റെ ഭാഗമായി പഠിച്ച് ജീവിതത്തിൽ ഉപാസനയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോഴേ മാണിക്യമായിട്ട് രത്നശോഭ കൈവരിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. ശരിയല്ലേ പറഞ്ഞത്? അപ്പം ആ മാണിക്യങ്ങളായിട്ട് മക്കളെ വളർത്തണമെങ്കിൽ നമ്മളിലും ആ അഗ്നി വേണം. നമ്മൾ അഗ്നിയിൽ ആഹുതി ചെയ്യുന്നത്, ഞങ്ങളൊക്കെ യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ അതിഥേ അനുമന്യസ്വ അനുമന്യസ്യ അമൃതാപിധാനമസി
എന്നൊക്കെ പറയുന്ന വൈദിക മന്ത്രങ്ങളാണ്. പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ ഓം നമഃശിവായ, ഈ ഒരു ഓം നമഃശിവായ മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ചോദിക്കുന്നത്, വേദമന്ത്രം ചൊല്ലാമോ, വേദമന്ത്രം കേൾക്കാമോ? പിന്നെ ഓം നമഃശിവായ എന്താണ്? വേദമന്ത്രമാണ്. അതില്ലാതെ ലോകത്ത് ഒരു ക്ഷേത്രത്തിലെ മൂലമന്ത്രമാണ്. ഒരു ക്ഷേത്രത്തിലെ പൂജയും നടക്കില്ല, ശിവക്ഷേത്രങ്ങളിലെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട്. ഒരൊറ്റ കാരണം കൂടെ പറയാമെന്ന് തോന്നുന്നു. 2 മിനിറ്റും കൂടെ എടുത്ത് ഞാൻ എൻ്റെ പ്രഭാഷണം എന്ന് പറയുന്ന ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ ഈ വേദധർമ്മത്തെയൊക്കെ പാലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വളരെ പ്രയാസമാണ്, അതൊന്നും എല്ലാവർക്കും പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളുടെ ഈ ഗുരുകുല സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം തൊട്ട് നമ്മൾക്ക് ക്ഷേത്രങ്ങളുണ്ട്, നമ്മൾക്ക് നിരവധി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളുടേതായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഈ 1000ഓളം വർഷക്കാലം നമ്മളെ അടിമകളാക്കി ഭരിച്ചവരാണ് ആര്? പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ചേർന്നിട്ടുള്ള ആളുകൾ. അവരൊക്കെ ഈ വൈദേശിക ആധിപത്യത്തിൻ്റെ കീഴിൽ നമ്മളെ നിലനിർത്തി ആയിരക്കണക്കിന് വർഷങ്ങളോളം. അങ്ങനെ നിലനിർത്തിയപ്പോഴും ഇവിടെ സംസ്കാരം നിലനിന്നിരുന്നു, അനേകം കാലം നിലനിന്നു. ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടെ സന്യാസി പരമ്പരകളുണ്ടായി, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടായി, എല്ലാം ഉണ്ടായി. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ അതിൻ്റെ കടക്കൽ കത്തിവെക്കപ്പെട്ടു. ഒരേ ഒരു കാര്യം ബ്രിട്ടീഷുകാർ ചെയ്തു. അതോടുകൂടി നമ്മളെ GDP ഉൾട്ടയായി. എന്താ അതിന് കാരണം? ഇവിടെ വൈദിക ഗുരുകുലങ്ങളിലൂടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അബോളിഷ് ചെയ്തു. നമുക്കറിയാം, മെക്കോലെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഇല്ലാതാക്കിയത് വൈദിക ഗുരുകുലങ്ങളാണ്. അതോടുകൂടി ബ്രിട്ടീഷിന് മാത്രമാണ് അത് പിടികിട്ടിയത്. അതോടുകൂടി ലോക GDPയുടെ 26% ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് അവൻ്റെ ഡോളറിന് ഒരു ഡോളറിൻ്റെ വിലയേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ $80, 80 രൂപയോ മറ്റോ 75 എത്രയോ ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തെ സ്വീകരിക്കാനുള്ള ശ്രദ്ധ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായ സമയമോ അമിതമായ വാക്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കണം. അതൊക്കെ എൻ്റെ മാത്രം പിഴവുകളാണ്. ധർമ്മത്തെ ഈ കാലത്ത് ആചരണ സംസ്കാരത്തിലൂടെ ഉദ്ധരിച്ച് മാതൃകയായി കാണിച്ചു തന്ന പൂജനീയ ഗുരുനാഥൻ 100ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് പ്രിസർവേഷൻ മെത്തഡോളജിയും കൂടെയാണ്. വേദം ആരും ചൊല്ലാതെ എവിടെയെങ്കിലും കിടന്നാലോ, ഒരു 30 വർഷം മുമ്പ് നമുക്കൊക്കെ വേദം എന്ന് കേട്ടാൽ എന്താണെന്നറിയോ? നമ്പൂരിൻ്റെ മകൻ ക്രിസ്ത്യാനിയായി എന്ന് ആചാര്യൻ്റെ നാട്ടിലെല്ലാവരും പറഞ്ഞത്. വേദം പഠിപ്പിക്കാൻ പോയപ്പോൾ ആര്? ഈ പറയുന്ന ആളുകളെല്ലാവരും തന്നെ ഹിന്ദുക്കളായിട്ടുള്ളവർ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് വേദത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ, ഉദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ധർമ്മോദ്ധാരണം ശ്രീകൃഷ്ണനൊക്കെ പറഞ്ഞ പോലെ ഗ്ലാനിർഭവതി ഭാരത, അത് വരുമ്പോൾ ഉദ്ധാരണം ചെയ്യാൻ സംഭവാമി യുഗേ യുഗേ, ആ യുഗത്തിൽ എത്തുന്ന ആചാര്യന്മാരുടെ ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കുന്ന ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമൊക്കെ ആയിട്ടുള്ള സമൂഹമാണ് നമ്മളുടെ. അതൊരിക്കലും ജാതിയല്ല, വർണ്ണമാണ്. ആ വൃണോതി വർണ്ണ, ആ വർണ്ണത്തെ വരിക്കുന്നവരായിട്ട് എല്ലാവരും മാറട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിവിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ധ്യൗ ശാന്തിരന്തരിക്ഷം ശാന്തി പൃഥ്വീ ശാന്തിരാപശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തിർവിശ്വേ ദേവാ ശാന്തി ബ്രഹ്മ ശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാമാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ആദിദൈവികവും ആദിഭൗതികവും ആയിട്ടുള്ള സമസ്ത ശാന്തിയും എല്ലാ കാലത്തും ഉണ്ടായിത്തീരട്ടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.